ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ ഇഡി നടപടിയെടുത്തു. സർവകലാശാലയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. 54 ഏക്കറിലുള്ള ക്യാമ്പസ് കെട്ടിടങ്ങളടക്കം 140 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിശദാംശങ്ങൾ. SKN ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികൾ പ്രവർത്തിച്ചിരുന്നത്. അൽ ഫലാഹ് സർവകലാശാലയിലായിരുന്നു. തുടർന്നാണ് ഇതൊരു ഗൂഢാലോചന കേന്ദ്രമായി മാറി എന്നുള്ള കണ്ടെത്തലുകൾ അന്വേഷണ സംഘം നടത്തിയത്. തുടർന്ന് അൽ ഫലാഹ് സർവകലാശാലയ്ക്കുമെതിരെയും നടപടിയുണ്ടായത്. ED ആണ് അൽ ഫലാഹ് സർവകലാശാലയ്ക്കെതിരെ നടപടിയെടുത്തത്. അന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എടുത്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം നടത്തി. നിലവിലിപ്പോൾ ED സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. 140 കോടിയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. 54 ഏക്കറിലുള്ള സർവകലാശാല ക്യാമ്പസ് കെട്ടിടങ്ങൾ അടക്കമാണ് ED ഈ കണ്ടുകെട്ടിയ സ്വത്തുവകയിൽ ഉൾപ്പെടുന്നത്. ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ED എടുത്ത കേസിലാണ് ഈ നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിക്കെതിരെ കള്ളപ്പണ വെളുപ്പിക്കൽ കേസ് പ്രകാരം കേസ് ചുമത്തി കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. അതായത് സർവകലാശാലയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വിവരങ്ങൾ ഇതെന്ന് മനസ്സിലാക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.